Hey guys, welcome to the channel. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് NPM അഥവാ നോഡ് പാക്കേജ് മാനേജറിനെ കുറിച്ചാണ്. എന്താണ് നോഡ് പാക്കേജ് മാനേജർ? നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ബേസിക് ആയിട്ട് അല്ലേ. അതായത് നോഡ് പാക്കേജ് മാനേജർ എന്ന് പറയുന്നത് നോഡിന്റെ ഒരു സ്റ്റാൻഡേർഡ് പാക്കേജ് മാനേജറാണ്. നമുക്ക് ലൈബ്രറീസോ നമുക്ക് ഡിപ്പെൻഡൻസീസോ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോഡിന്റെ ഒരു സ്റ്റാൻഡേർഡ് പാക്കേജ് മാനേജറാണ് NPM എന്ന് പറയുന്നത്. ഇതാണ് ലാർജസ്റ്റ് സിംഗിൾ ലാംഗ്വേജ് കോഡ് റെപ്പോസിറ്ററിയാണ് NPM എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നോഡിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പാക്കേജസും നിങ്ങൾക്ക് ഇതിനകത്തു നിന്ന് തന്നെ ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും നോഡ് പാക്കേജ് മാനേജർ വെച്ചിട്ട്. ഇതിന് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. യാണെന്നും PNPM എന്ന് പറയുന്ന രണ്ട് ഓൾട്ടർനേറ്റീവ്സ് ആണ് നോഡ് പാക്കേജ് മാനേജറിനുള്ളത്. വൈഡ്ലി യൂസ്ഡ് എന്ന് പറയുന്നത് NPM-ഉം യാണുമാണ്. നമുക്ക് ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഇത് നമുക്ക് ഫസ്റ്റ് കോഡ് എഡിറ്ററിൽ ഓപ്പൺ ചെയ്യാം. അതിന് CMD നടിക്കുക. ഇവിടെ CMD നടിച്ചു കഴിഞ്ഞാൽ ഒരു കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആയിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ഫോൾഡർ പാത്തിൻ്റെ അകത്ത് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ നോഡ് സാമ്പിളിൻ്റെ അകത്ത് ഇനി ഇവിടെ കോഡെന്ന് അടിച്ചിട്ട് സ്പേസ് കൊടുത്ത് ഡോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ VS കോഡ് ഓപ്പൺ ആവും. അപ്പോൾ നമ്മൾ ഇതൊരു MT ഫോൾഡറാണ്, MT പ്രോജക്ട് ഫോൾഡറാണ്. നമുക്ക് ഇതിനകത്ത് ഫസ്റ്റ് NPM-ൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കണ്ടൻസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അതിനായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് NPM init എന്ന് കൊടുക്കുക. NPM init എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇനിഷ്യലൈസ് ആവും, നോഡ് പാക്കേജ് മാനേജർ ഇനിഷ്യലൈസ് ആവും. അപ്പോൾ ഇവിടെ നമുക്കൊരു package.js എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ആവും. NPM init ക്ലിക്ക് ചെയ്ത് ഈ package.js ഫയൽ ക്രിയേറ്റ് ആയി കഴിയുമ്പോഴത്തേന് നമുക്ക് അതിൻ്റെ അകത്ത് ആ ഒരു package.js ഫയൽ ഉണ്ടെങ്കിൽ നമുക്ക് NPM വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ലൈബ്രറീസും ഡിപ്പെൻഡൻസീസും ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ NPM init കൊടുത്തു കഴിയുമ്പോഴത്തേന് എനിക്ക് ഫസ്റ്റ് പാക്കേജ് നെയിം കൊടുക്കുന്നു. പാക്കേജ് നെയിം ചോദിക്കുന്നു. ഞാൻ ഒരു സാമ്പിൾ പാക്കേജ് എന്ന് കൊടുക്കുന്നു എക്സാമ്പിളായിട്ട്. അപ്പോൾ സ്പേസ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ടെസ്റ്റ് എന്ന് കൊടുക്കുന്നു. വേർഷൻ എന്താണ്? നിങ്ങൾക്ക് ഇതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഡിഫോൾട്ടായിട്ട് വിട്ടുകൊടുക്കാം. നമുക്ക് കൊടുക്കേണ്ടത് മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കാം, അല്ലാത്തെല്ലാം ഡിഫോൾട്ടായിട്ട് കൊടുക്കാം. അതുകൊണ്ട് ഞാൻ എൻട്രി അടിച്ചിടുകയാണ്. ഡിസ്ക്രിപ്ഷൻ ഒന്നും വേണ്ട, എൻട്രി പോയിന്റ് index.js തന്നെയാണ്, എനിക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പം app.js ആണെങ്കിൽ അവിടെ app.js എന്ന് അടിച്ചു കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ അവിടെ കിടന്നോട്ട് എൻട്രി അടിക്കുക. ടെസ്റ്റ് കമാൻഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഗിറ്റ് റെപ്പോസിറ്ററി, ഇത് ഏതെങ്കിലും ഗിറ്റ് റെപ്പോസിറ്ററി ആയിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഗിറ്റ് റെപ്പോസിറ്ററിയുടെ പാത്ത് ഇവിടെ കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ എൻട്രി അടിക്കുക. കീവേഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക. ഓതറിൻ്റെ പേര് ഞാൻ എക്സാമ്പിളായിട്ട് എൻ്റെ പേര് കൊടുക്കുന്നു. ലൈസൻസ് ഒന്നും വേണ്ട. ഇത്രയും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു JSON ഫയൽ ക്രിയേറ്റ് ആവുന്ന package.js-ന്റെ ഫോർമാറ്റ് കാണിച്ചു തരും. നെയിമോ വേർഷനോ ഡിസ്ക്രിപ്ഷൻ എല്ലാം കറക്റ്റ് ആണെന്ന് നോക്കിയിട്ട് ഈ സെറ്റ് ഓക്കെ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് യെസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു package.js ക്രിയേറ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ നോഡിന്റെ NPM-ന്റെ package.js. ഈ ഒരു package.js ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കണ്ടന്റ് ഈ ഒരു പ്രോജക്റ്റിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് സിമ്പിളായിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമുക്ക് ഒരു ഫയൽ നമുക്ക് എന്തെങ്കിലും ഒരു ലൈബ്രറി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അതിനായിട്ട് NPM ഫസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാം. NPM എന്ന് കൊടുത്തു. NPM എന്ന് കൊടുത്തിട്ട് NPM ഇൻസ്റ്റാൾ എന്നാണ് നമ്മൾ കമാൻഡ്. ഇത് വെച്ചിട്ടാണ് നമുക്ക് ഏതാണോ പാക്കേജ് ആ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഞാൻ ആക്സിയോസ് എന്ന് പറഞ്ഞൊരു പാക്കേജ് കൊടുക്കുന്നു. API റിക്വസ്റ്റിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ആക്സിയോസ് എന്ന് പറയുന്നത്. അത് നമുക്ക് പിന്നെ പഠിക്കാം. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങളെ കാണിക്കുന്നേ ഉള്ളൂ. NPM ഇൻസ്റ്റാൾ ആക്സിയോസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഒരു ഡിപ്പെൻഡൻസി ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആവും. നോഡ് മോഡ്യൂൾസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ആവും. നോഡ് മോഡ്യൂൾസ് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഒരു ഫോൾഡറിൻ്റെ അകത്ത് നമ്മൾ ആക്സിയോസിൻ്റെ ഡിപ്പെൻഡൻസീസ് എല്ലാം ഇൻസ്റ്റാൾ ആവും. അതേപോലെ നമ്മുടെ package.js-ൻ്റെ അകത്ത് നമ്മുടെ ആക്സിയോസിൻ്റെ ഡിപ്പെൻഡൻസീസിൻ്റെ അകത്ത് ആക്സിയോസ് വരും. കണ്ടോ? അപ്പോൾ ഈ ഒരു ആക്സിയോസിന് ഇത്രയും ഡിപ്പെൻഡൻസീസ് ഉണ്ട്, അതെല്ലാം ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ആവും ബൈ ഡിഫോൾട്ട്. നമ്മളൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് NPM ഇൻസ്റ്റാൾ ആക്സിയോസ് എന്ന് കൊടുത്താൽ മതി. നിങ്ങൾ ചോദിക്കും ഇതെങ്ങനെയാണ് നീ അറിഞ്ഞത്, അല്ലെങ്കിൽ ഈ കമാൻഡ് എങ്ങനെയാണ് കിട്ടിയതെന്ന്. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം നമുക്ക് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ npm.js.com-ൽ പോവുക. ഇവിടെ പോയിട്ട് നമുക്ക് ഇപ്പം മൾട്ടർ തന്നെ എടുക്കാം. നമുക്കൊരു പാക്കേജ് എടുക്കണം. പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സാക്ട് മാച്ച് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പാക്കേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈഡിലൊരു കമാൻഡ് കാണാം. ഇത് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. ഇൻസ്റ്റാളിന് പകരം I എന്ന് കൊടുത്താലും മതി ഷോർട്ട് ഹാൻഡ് ആയിട്ട്. NPM ഇൻസ്റ്റാൾ മൾട്ടർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സാധനം നമുക്ക് ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പം npm.js.com-ൽ പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ പാക്കേജും നിങ്ങൾക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, HTTP എന്ന് പറഞ്ഞ പാക്കേജ് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ HTTP-ക്കകത്ത് വരുന്ന ആക്സിയോസ്, പിന്നെ പ്രോക്സി ഏജന്റ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനായിട്ട് ഇവിടെ പോയിട്ട് നമുക്ക് പാക്കേജിൻ്റെ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് പാക്കേജിൻ്റെ കമാൻഡ് ഉണ്ടാവും. ആ കമാൻഡ് ഡയറക്റ്റ് കോപ്പി ചെയ്തിട്ട് നമുക്ക് അവിടെ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ഒരു കമാൻഡ് വെച്ചിട്ട് എന്ത് ചെയ്തു? ആക്സിയോസ് ഇൻസ്റ്റാൾ ചെയ്തു. ആക്സിയോസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് ഇതിൻ്റെ ഡിപ്പെൻഡൻസി ഇവിടെ കാണിക്കും.
അതിൻ്റെ വേർഷൻ ഇവിടെ കാണിക്കും. അതേപോലെ നോഡ് മോഡ്യൂൾസിൻ്റെ അകത്ത് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫോൾഡേഴ്സും ഫയൽസും ക്രിയേറ്റ് ആവും. ഓക്കെ, ഇനി ഒരു പാക്കേജ് ലോഗ് ഡോട്ട് ജെസൺ ഉണ്ടാവും. പാക്കേജ് ലോഗ് ഡോട്ട് ജെസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡിവൈസിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന വേർഷൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്നതാണ് ഈ പാക്കേജ് ലോഗ് ഡോട്ട് ജെസൺ. എന്താണ് പാക്കേജ് ലോഗ് ഡോട്ട് ജെസൺ? പാക്കേജ് ലോഗ് ഡോട്ട് ജെസൺ എന്ന് പറയുന്നത് അത് ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ലോഗ് ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്നുള്ളൂ. അതായത് നമ്മുടെ എക്സാക്ട് വേർഷൻസ് എല്ലാം, പാക്കേജസിന്റെ എക്സാക്ട് വേർഷൻസും ഡിപ്പെൻഡൻസീസും എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടൊരു ലോഗ് ഫയലാണ്. അത് സെയിം വേർഷൻ ഓഫ് പാക്കേജസ് എല്ലായിടത്തും ഡിഫറെന്റ് ഇൻസ്റ്റാളേഷനിലും എൻവയോൺമെന്റ്സിലും എല്ലാം സെയിം വേർഷൻസ് ഓഫ് പാക്കേജസിന്റെ എല്ലാത്തിന്റെയും സെയിം വേർഷൻ തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ഇതാണ് പാക്കേജ് ലോഗ് ഡോട്ട് ജെസൺ എന്ന് പറയുന്നത്. നമുക്കിനി പറയാനുള്ളത് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതായത് നമ്മൾ npm ഇൻസ്റ്റാൾ വെച്ചിട്ട് ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുമായിരുന്നു അല്ലേ. ഇപ്പൊ ഡയറക്റ്റ് എവിടെ പോയി? ഡയറക്റ്റ് ഡിപ്പെൻഡൻസീസിന്റെ അകത്ത് പോയി, ഡിപ്പെൻഡൻസീസ് അകത്ത് ക്രിയേറ്റ് ആയി. നമുക്കിനി npm ഇൻസ്റ്റാൾ മൾട്ടർ എന്ന് പറഞ്ഞാൽ മൾട്ടി പാർട്ട് ഫോം ഡേറ്റ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പം മൾട്ടർ എന്ന് പറഞ്ഞൊരു സാധനം ഇൻസ്റ്റാൾ ചെയ്യണം. എനിക്ക് -save -dev എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അല്ല എന്നുണ്ടെങ്കിൽ ഇതിന് ഓൾട്ടർനേറ്റീവായി -s എന്ന് കൊടുത്താലും മതി. സോറി, എസ് അല്ല, -d കൊടുത്താൽ മതി. -save -dev എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് dev ഡിപ്പെൻഡൻസി മാത്രമായിട്ട് ക്രിയേറ്റ് ആവും. ഞാൻ കാണിച്ചു തരാം. ഇൻസ്റ്റാൾ കൊടുക്കുക. ഇതാ നോക്കൂ, dev ഡിപ്പെൻഡൻസീസ് ആയിട്ട് ഇത് ക്രിയേറ്റ് ആയി. ഡിപ്പെൻഡൻസീസ് വന്നു, dev ഡിപ്പെൻഡൻസീസ് വന്നു. ഓക്കെ, ഇനി അടുത്ത ഒരെണ്ണം കൂടെ കൊടുക്കാം, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ക്ലിയർ ആയിട്ട്. അടുത്തത് HTTP എന്ന് പറഞ്ഞ പാക്കേജ് ഞാൻ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുക. സേവ് ഓപ്ഷണൽ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ മൈനസ് ക്യാപിറ്റൽ കൊടുത്താലും മതി. സേവ് ഓപ്ഷണൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റർ അടിക്കാമെന്ന് വിചാരിക്കാം. സേവ് ഓപ്ഷനിൽ എൻ്റർ ചെയ്തു. അപ്പോൾ ഓപ്ഷണൽ ഡിപ്പെൻഡൻസി ആയിട്ട് വന്നു. ഇനി ഒരു പാക്കേജ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പം നമ്മുടെ റിയാക്ട്, അടുത്ത നമ്മൾ നോഡ് കഴിഞ്ഞാൽ റിയാക്ട് ആണല്ലോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റിയാക്ട് വേണമെങ്കിൽ നമുക്ക് npm വെച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. നോഡ് പാക്കേജ് മാനേജറാണ് ഓൾമോസ്റ്റ് എല്ലാ ഫ്രണ്ട് എൻഡ് ഫ്രെയിം വർക്സിലും അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡ് ലൈബ്രറീസിലും യൂസ് ചെയ്യുന്നത്. റിയാക്ട് ആയാലും വ്യൂ ആയാലും പലയിടങ്ങളിലും നോഡ് പാക്കേജ് മാനേജറാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം ഒരു വാസ്റ്റ് ലൈബ്രറിയാണ് അതിനകത്ത്. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ പാക്കേജസും അതിനകത്ത് ഉണ്ടാവും. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാം. എന്ത്? ഈ റിയാക്ട് എന്ന് പറയുന്നത് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ റിയാക്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായിട്ട് സേവ് ഓപ്ഷണൽ നോ സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ഇൻസ്റ്റാൾ ആയി? നമുക്ക് നോ ഡിസ്ക്രിപ്ഷൻ, നോ റെപ്പോസിറ്ററി ഫീൽഡ്, റിയാക്ട് ആഡഡ്. ഇവിടെ നോക്കിയേ, റിയാക്ട് ഇൻസ്റ്റാൾ ആയി കണ്ടോ. പക്ഷെ ഇതിൻ്റെ അകത്ത് റിയാക്ട് വന്നിട്ടില്ല. നമ്മൾ ഫസ്റ്റ് ചെയ്തത് മൈനസ് അല്ലെങ്കിൽ സേവ് ഡെവ് എന്ന് പറഞ്ഞ സാധനം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾസ് ആൻഡ് ആഡ്സ് എൻട്രി ടു ദ പാക്കേജ് ഡോട്ട് ജേസൺ ഫയൽ ഡെവ് ഡിപ്പെൻഡൻസി. അതാണ് ആദ്യം ചെയ്തത് അല്ലേ. ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഡെവ് ഡിപ്പെൻഡൻസിക്കകത്തോട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുന്ന പാക്കേജ് ഇൻസ്റ്റാൾ ആവും. ഡെവ് ഡിപ്പെൻഡൻസി -save dev എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത എന്താണ്? നോ സേവ് ഇൻസ്റ്റാൾസ് ബട്ട് ഡസ് നോട്ട് ആഡ് ദ എൻട്രി ടു ദ പാക്കേജ് ഡോട്ട് ജേസൺ. ഇൻസ്റ്റാൾ ചെയ്യും, പക്ഷേ ഈ പാക്കേജ് ഡോട്ട് ജേസണിലേക്ക് അതിൻ്റെ എൻട്രി ആഡ് ചെയ്യില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടാഞ്ഞത്? ഈ റിയാക്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടും ഇവിടെ റിയാക്ട് കാണിക്കാതെ നമ്മുടെ നോഡ് മോഡ്യൂൾസിൻ്റെ അകത്ത് മാത്രം റിയാക്ട് ഉള്ളത്. പാക്കേജ് മാത്രം ഇൻസ്റ്റാൾ ആയി, ഇവിടെ പാക്കേജ് ഡോട്ട് ജേസണിൻ്റെ ആഡ് ആയിട്ടില്ല. ഓക്കെ, ഇനി മൂന്നാമത് സേവ് ഓപ്ഷണൽ. അതായത് ഇൻസ്റ്റാൾ ചെയ്യും, പാക്കേജ് ഡോട്ട് ജേസണിൻ്റെ അകത്ത് ആഡും ചെയ്യും, പക്ഷേ ഓപ്ഷണൽ ഡിപ്പെൻഡൻസി ആയിട്ടായിരിക്കും ആഡ് ചെയ്യുന്നത്. ഓപ്ഷണൽ ഡിപ്പെൻഡൻസിക്കകത്തായിരിക്കും നമ്മുടെ HTTP ആഡ് ചെയ്തേക്കുന്നത് അല്ലേ. എന്താണ് ഓപ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ? ഓപ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിപ്പെൻഡൻസീസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, അല്ലെങ്കിൽ ഈ ഡിപ്പെൻഡൻസീസ് എന്തെങ്കിലും ഫെയിലിയർ ആയാൽ പോലും നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. അതാണ് ഓപ്ഷണൽ ഡിപ്പെൻഡൻസീസ്. ഇത് ഓപ്ഷനിലാണ്, ഇതില്ലാതെയും നമ്മുടെ ആപ്ലിക്കേഷൻസ് വർക്ക് ചെയ്യും. ഓക്കെ, അതാണ് ഓപ്ഷണൽ ഡിപ്പെൻഡൻസീസ്. പിന്നെന്താണ് നോ ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് npm ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓപ്ഷണൽ ഡിപ്പെൻഡൻസിനെ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യത്തില്ല, ബാക്കിയുള്ളതിനെ മാത്രം ഇൻസ്റ്റാൾ ചെയ്യും, ഓപ്ഷണൽ ഡിപ്പെൻഡൻസീസ് അല്ലാതെ. ഓക്കെ, ബാക്കിയുള്ള ഡിപ്പെൻഡൻസി എല്ലാം ഇൻസ്റ്റാൾ ചെയ്യും. ഇനി ഡെവ് ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞില്ലല്ലോ. ഡെവ് ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെവലപ്മെന്റിനായിട്ട് മാത്രം ഉള്ള ഡിപ്പെൻഡൻസീസ് ആണ്. അതായത് നമ്മുടെ ടെസ്റ്റ് കേസസ് എഴുതാനും പിന്നെ ടെസ്റ്റിംഗ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളും, പിന്നെ ഡെവലപ്മെന്റിനായിട്ട് മാത്രം നമ്മൾ ചെയ്യുന്ന കുറച്ച് ഇൻസ്റ്റാളേഷൻസ് ആണ്. അതായത് നമ്മൾ നോഡ്മോൻ ഇൻസ്റ്റാൾ ചെയ്യും, അതായത് നമ്മുടെ
സെർവർ റണ്ണിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എപ്പോഴെപ്പോഴും റീസ്റ്റാർട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ നോട്ട്ബോണൊക്കെ ഇൻസ്റ്റാൾ ചെയ്യും. അങ്ങനെ പല ഡെവലപ്മെന്റിനായിട്ട് മാത്രമുള്ള പല ഇൻസ്റ്റാളേഷൻസ് ഉണ്ട്. അതാണ് -dev വെച്ചിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. -dev വെച്ചിട്ട് സേവ് ഡെവ് വെച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ -d എന്ന് കൊടുത്താലും മതി. നമ്മൾ ഡയറക്റ്റ് സേവ് ചെയ്യാനാണ്, ഡിപ്പെൻഡൻസിക്കകത്ത് സേവ് ചെയ്യാനാണെങ്കിൽ -s ക്യാപിറ്റൽ S കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഡിപ്പെൻഡൻസിക്കകത്ത് ഇൻസ്റ്റാൾ ആവും. ഓപ്ഷൻ ആണെങ്കിൽ -o കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രൊഡക്ഷനിൽ പോകേണ്ട സാധനമാണെന്നുണ്ടെങ്കിൽ, അതായത് ലൈവിൽ നമ്മുടെ കസ്റ്റമറിന് കൊടുക്കേണ്ട സൈറ്റുകളിൽ, അതായത് ലൈവ് സെർവറുകളിൽ നമുക്കിത് പോകണമെന്നുണ്ടെങ്കിൽ അതെന്തായാലും ഡിപ്പെൻഡൻസിക്കകത്ത് ആഡ് ചെയ്യണം. അപ്പം -save കൊടുക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ഡിപ്പെൻഡൻസിക്കകത്ത് ഡയറക്റ്റ് പൊക്കോളും. ഡെവ് ഡിപ്പെൻഡൻസി ആയിട്ട് പോകാനാണെങ്കിൽ -save dev എന്ന് കൊടുക്കണം. ഓപ്ഷനിലാണെങ്കിൽ ഓപ്ഷൻ ഡിപ്പെൻഡൻസിക്കകത്ത് പോകണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പ്രൊഡക്ഷൻ പോകേണ്ടതാണെങ്കിൽ മറ്റേ ഡിപ്പെൻഡൻസിക്കകത്ത് തന്നെ കൊടുക്കണം. അല്ല ഡെവലപ്മെന്റ് ഡിപ്പെൻഡൻസി മാത്രമേ ഉള്ളെങ്കിൽ ഡെവ് ഡിപ്പെൻഡൻസിക്കകത്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ക്ലിയർ ആയോ? അടുത്തത് npm അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഫുൾ പ്രോജക്റ്റ് അപ്ഡേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ പാക്കേജസോ ലൈബ്രറീസോ അപ്ഡേറ്റ് ചെയ്യാനോ വേണ്ടിയിട്ട് npm അപ്ഡേറ്റ് യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് npm അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള പാക്കേജസ് എല്ലാം തന്നെ ലേറ്റസ്റ്റ് വേർഷനിലേക്ക് അപ്ഡേറ്റ് ആവും, സപ്പോർട്ട് ചെയ്യുന്ന വേർഷനിലേക്ക്. അല്ല നമ്മളൊരു പാക്കേജ് മാത്രമായിട്ടാണ് കൊടുക്കുന്നത്, അത് മാത്രം അപ്ഡേറ്റ് ആവും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇവിടെ ക്ലിയർ ചെയ്തു. ഞാനിപ്പോൾ ആക്സിയോസിൻ്റെ വേർഷൻ ഞാൻ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് തന്നെ ഇപ്പോൾ 1.0.0 ആണ് കിടക്കുന്നത്. എനിക്ക് ആക്സിയോസ് മാത്രം അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ npm അപ്ഡേറ്റ് ആക്സിയോസ് എന്ന് കൊടുക്കാം. എന്നിട്ട് ചുമ്മാ ആക്സിയോസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആക്സിയോസ് അപ്ഡേറ്റ് ആവും. ഇത് ലേറ്റസ്റ്റ് വേർഷൻ അല്ലാത്തതുകൊണ്ടാണ് ഇത് അപ്ഡേറ്റ് ആവുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഒന്നും കാണിക്കില്ല ലേറ്റസ്റ്റ് വേർഷൻ അപ്ഡേറ്റഡ് ആണെങ്കിൽ. ഇപ്പോൾ ഇതുകൊണ്ടോ വൺ പാക്കേജ്, നമ്മുടെ അപ്ഡേറ്റഡ് വൺ പാക്കേജ് ആക്സിയോസ് 1.6.8, 1.0 ആയിരുന്നു 1.6.8 ആയി. ഓക്കെ, ഞാനിത് തിരിച്ച് 1.0 എന്ന് വിചാരിക്കുക. npm ഇൻസ്റ്റാൾ ഒരു പർട്ടിക്കുലർ വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ @ ആ ഒരു വേർഷൻ്റെ നെയിം, വേർഷൻ്റെ നമ്പർ npm ഇൻസ്റ്റാൾ ആക്സിയോസ് @ 1.0.0 ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പാക്കേജിന്റെ വേർഷൻ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇത് ഒന്നുകിൽ അപ്ഗ്രേഡ് അല്ലെങ്കിൽ ഡൗൺഗ്രേഡ് ആവും npm ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ. ഞാനിവിടെ ആക്സിയോസും മൾട്ടറും ഒരു പഴയ വേർഷൻസിലേക്ക് ഡൗൺഗ്രേഡ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഡയറക്റ്റ് ഞാൻ npm അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള എല്ലാ പാക്കേജും അപ്ഡേറ്റ് ആവും അല്ലേ. അപ്പോൾ ആക്സിയോസും ലേറ്റസ്റ്റ് വേർഷനിലേക്ക് വരും, മൾട്ടറും ലേറ്റസ്റ്റ് വേർഷനിലേക്ക് വരും. ഞാൻ റെഡിച്ച് സംഭവിക്കുന്നതാണ്. മൾട്ടറും ലേറ്റസ്റ്റ് വേർഷനിലേക്ക് വന്നു, ആക്സിയോസും ലേറ്റസ്റ്റ് വേർഷനിലേക്ക് വന്നു. അപ്പോൾ ലേറ്റസ്റ്റ് സപ്പോർട്ടഡ് വേർഷനിലേക്ക് വരും. അപ്പം npm അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുള്ള പാക്കേജിന്റെ ഡിപ്പെൻഡൻസീസ് എല്ലാത്തിൻ്റെയും ലേറ്റസ്റ്റ് വേർഷനിലേക്ക് നമുക്ക് ഇതിനെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഡിപ്പെൻഡൻസി ആയാലും ഓപ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ അത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് കിട്ടും, ലേറ്റസ്റ്റ് വേർഷനിലേക്ക് അപ്ഗ്രേഡ് ആയിട്ട് കിട്ടും. npm അപ്ഡേറ്റ് വിത്ത് വേർഷൻ പറഞ്ഞു. വേർഷൻ വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യണം. എന്താ വേണ്ടത്? വേർഷൻ വിത്ത് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ npm ഇൻസ്റ്റാൾ നമ്മുടെ റിയാക്ട് ആണെന്നുണ്ടെങ്കിൽ റിയാക്ട് @ 1.2.0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1.2.0 വേർഷന് നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടും. അതായത് npm അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഒരു പർട്ടിക്കുലർ വേർഷൻ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ npm ഇൻസ്റ്റാൾ ആണ് കോൾ ചെയ്യേണ്ടത്. npm ഇൻസ്റ്റാൾ നമ്മുടെ പാക്കേജ് @ വേർഷൻ നെയിം. npm അപ്ഡേറ്റ് ആണെങ്കിൽ ഡയറക്റ്റ് npm അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാക്കേജസ് എല്ലാം തന്നെ അപ്ഡേറ്റ് ആയിട്ട് കിട്ടും. മൂന്നാമത്തെയാണ് npm റൺ. npm റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്പെസിഫിക് സെറ്റ് ഓഫ് കമാൻഡ്സ് നമുക്ക് റൺ ചെയ്യണം. അതായത് എല്ലാ പ്രാവശ്യവും ലോങ് കമാൻഡ്സ് നമ്മൾ എഴുതാതെ നമുക്ക് എളുപ്പത്തിൽ എന്തെങ്കിലും കമാൻഡ്സ് ഒക്കെ റൺ ചെയ്യണമെന്നുണ്ടെങ്കിലാണ് npm റൺ യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട് അല്ലേ. ഇതിൻ്റെ അകത്താണ് നമ്മൾ ഈ റൺ ചെയ്യേണ്ട കമാൻഡ്സിനെ എല്ലാം എഴുതുന്നത്. നമുക്ക് ടെസ്റ്റിന് എന്തെങ്കിലും കമാൻഡ് ഉണ്ടെങ്കിൽ ആ കമാൻഡ് ഇതിൻ്റെ അകത്ത് എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട കമാൻഡ്സ് മാത്രം ഇവിടെ എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ജസ്റ്റ് ഡെവലപ്മെൻറ്റിന് മാത്രം റൺ ചെയ്യാനായിട്ടൊരു കമാൻഡ് നമ്മൾ കൊടുക്കുന്നു. അതേപോലെ പ്രൊഡക്ഷന് വേണ്ടി മാത്രം റൺ ചെയ്യാനായിട്ട് നമ്മുടെ കമാൻഡ് കൊടുക്കും എന്ന് വിചാരിക്കാം. അപ്പം നോഡ് എൻവയോൺമെൻറ്റ് = പ്രൊഡക്ഷൻ എന്ന് കൊടുക്കുക. എന്നിട്ട് നോഡ് app.js എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പ്രൊഡക്ഷനിൽ നോഡ് എൻവയോൺമെൻറ്റ് പ്രൊഡക്ഷൻ ആക്കിയിട്ട് app.js റൺ ചെയ്യും. അപ്പോൾ അതിനകത്ത് മറ്റേ മിനിഫൈ ചെയ്യേണ്ട കാര്യങ്ങളും അതുപോലെ റിമൂവ് ചെയ്യേണ്ട കോഡുകളും അൺവാണ്ടഡ് കോഡുകളും എല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട്, അതായത് കമൻസ് എല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മുടെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള കോഡ് ലൈവിൽ റൺ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ലോക്കലിനകത്താണ് റൺ ചെയ്യണമെങ്കിൽ നോഡ് എന്ന് കൊടുക്കുക. ഡെവലപ്മെൻറ്റിന് വേണ്ടി റൺ ചെയ്യാനാണെങ്കിൽ നോഡ് സ്പേസ് നമ്മുടെ റൺ ചെയ്യേണ്ട ഫയലിൻ്റെ പേര്. ഇപ്പോൾ app.js ആണ് നോക്കുക. app.js എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇത് നമ്മൾ സ്ക്രിപ്റ്റിൻ്റെ അകത്ത് എഴുതി അല്ലേ, ഡെവ് എന്ന് എഴുതി, പ്രൊഡക്ഷൻ എന്ന് എഴുതി, പ്രോഡ് എന്ന് എഴുതി. അപ്പം ഡെവിനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് റൺ ആവും, പ്രോഡാണെങ്കിൽ പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റ് റൺ ആവും. ഓക്കെ, അതിനായിട്ട് നമ്മളിപ്പോൾ app.js എന്ന് പറഞ്ഞൊരു ഫയലാണ് വിളിച്ചേക്കുന്നത് അല്ലേ. ഇവിടെ നമുക്ക് app.js എന്ന് പറഞ്ഞൊരു ഫയലില്ല. ഇപ്പോൾ റൂട്ട് ഡയറക്ടറിയിൽ നമുക്കൊരു app.js ക്രിയേറ്റ് ചെയ്യാം.
എന്ന് ഞാൻ ജസ്റ്റ് കൺസോൾ ലോഗ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഹലോ ഫ്രണ്ട്. ഓക്കെ, കൺസോൾ ലോഗ് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ, ക്ലിയർ ചെയ്തു. ഇനി നമുക്ക് ഇതിനകത്ത് കൊടുത്തേക്കുന്ന കമാൻഡ് നമുക്ക് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് npm റൺ എന്ന് കൊടുക്കണം. npm റൺ എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സ്ക്രിപ്റ്റ് ടാഗിനകത്ത് ഏതാണ് കൊടുക്കുന്നത് ആ പേര് വിളിച്ചാൽ മതി. ഡെവലപ്മെന്റ് ആണ്, ഡെവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡെവലപ്മെന്റ് സെർവർ റൺ ആവും, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് റൺ ആവും. എന്നിട്ട് അവിടെ കൊടുത്തിരുന്ന കണ്ടന്റ് ഹലോ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ഓക്കെ, ഇനി ഇതേ സാധനം നമുക്ക് പ്രൊഡക്ഷൻ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ npm റണ്ണ് പ്രോഡ് എന്ന് കൊടുത്താൽ ഇവിടെ കൊടുത്തേക്കുന്ന പേര് നമുക്ക് ഡയറക്റ്റ് കോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതുപോലെ ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റിനുള്ള സാധനങ്ങൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ കമാൻഡ് എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് റൺ ചെയ്യാൻ പറ്റും. ലോങ് ആയിട്ടുള്ള കമാൻഡ്സ് ഒന്നും നമുക്ക് ഇതുപോലെ ഇതിനകത്ത് റൺ ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ക്ലിയർ ആയോ? ഇതാണ് പാക്കേജ്.jsനും npmഉം കൊണ്ടുള്ള നമുക്കുള്ള പ്രയോജനങ്ങൾ. ഓക്കെ, അപ്പോൾ എന്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താലും npm വെച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പാക്കേജസിൻ്റെ അതിൻ്റെ അകത്ത് എൻട്രി ഉണ്ടാവും. അതായത് ഓപ്ഷൻ, അതായത് നോ സേവ് ആണെന്നുണ്ടെങ്കിൽ ഉണ്ടാവില്ല, ബാക്കി എല്ലാ കേസിലും ഉണ്ടാവും. അതുപോലെ പാക്കേജ് log.jsന്റെ അകത്ത് ഇതിൻ്റെ ഒരു എക്സാക്ട് വേർഷൻ ഡീറ്റെയിൽസും ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. അതേപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫയൽസ്, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുന്ന ഫയൽസ് നോഡ് മോഡ്യൂൾസിൻ്റെ അകത്തും ഇൻസ്റ്റാൾഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരാൾ തരുന്ന കോഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലോക്കലിൽ ആ കോഡ് എടുത്തിട്ട് വെച്ച് ഈ നോഡ് മോഡ്യൂൾസ് ചിലപ്പോൾ ഉണ്ടാവില്ല. അന്നേരം നിങ്ങൾ ചെയ്യേണ്ടത് ഡയറക്റ്റായിട്ട് npm ഇൻസ്റ്റാൾ കൊടുത്താൽ മതി. npm ഇൻസ്റ്റാൾ കൊടുത്ത് കഴിയുമ്പോഴത്തേന് എന്ത് പറ്റും? ഈ പാക്കേജ്.jsന്റെ അകത്ത് പോയിട്ട് നോക്കും എന്തൊക്കെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യങ്ങളല്ല, ഇത് npm ഇൻസ്റ്റാൾ കൊടുക്കുമ്പോഴത്തേന് നോഡ് മോഡ്യൂൾസും ഇത് ഇൻസ്റ്റാൾ ആവും. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു, ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യും. നോഡ് മോഡ്യൂൾസ് ഫോൾഡർ കംപ്ലീറ്റ്ലി ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഇനി എനിക്ക് പാക്കേജ്.jsന്റെ അകത്ത് കിടപ്പുണ്ട് ഇതിൻ്റെ ഡിപ്പെൻഡൻസീസ് എല്ലാം. ഈ ഡിപ്പെൻഡൻസീസ് എല്ലാം എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഞാനിവിടെ npm ഇൻസ്റ്റാൾ ഡയറക്റ്റ് വിളിച്ചാൽ മതി. ഈ പാക്കേജ്.jsന്റെ അകത്ത് വേണ്ട സാധനങ്ങളെല്ലാം എനിക്ക് 1 by 1 ആയിട്ട് ഇൻസ്റ്റാൾ ആയിട്ട് കിട്ടും. അപ്പോൾ നോഡ് മോഡ്യൂൾസ് ക്രിയേറ്റ് ആയി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഡിപ്പെൻഡൻസീസ് എല്ലാം തന്നെ നമുക്ക് കിടപ്പുണ്ട്. ഇത്രയ്ക്ക് സിമ്പിളാണ് ഈ ഒരു പരിപാടി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് npmഉം പാക്കേജ്.jsനും നോഡ് മോഡ്യൂൾസും. ക്ലിയർ ആയോ? വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം.